ഇഹലോക ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള മഹത്തുക്കളുടെ ജീവിതകഥകൾ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമാണ് ത്യാഗമനോഭാവത്തിൻ്റെ ആവശ്യകത. ഒരു മനുഷ്യജന്മത്തിൽ നമ്മൾക്ക് ആർജിക്കാൻ ഏറെ പ്രയാസമുള്ള ഒരു വിശേഷ ഗുണമാണ് ത്യാഗം. ഈ സ്വഭാവ സവിശേഷത നമുക്ക് കൈവരിക്കുവാനായാൽ അത് നൽകുന്ന ആത്മസംതൃപ്തി മറ്റൊന്നിനും നൽകാനാവില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ ഇതിഹാസങ്ങളിൽ പ്രസക്തരും അപ്രസക്തരുമായ ഒട്ടേറെ ആളുകൾ ഉണ്ടെങ്കിലും അവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കർണൻ്റെ രൂപമാണ്. അതിനു കാരണം ത്യാഗം എന്ന അതിവിശേഷമായ ഗുണം കർണനുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. തോൽക്കാൻ പോകുന്ന പക്ഷത്താണ് താൻ നിൽക്കുന്നത് എന്ന് അറിയാമായിരുന്നിട്ടും ആത്മസുഹൃത്തിൻ്റെ ആ അഭിമാനം രക്ഷിക്കുവാനായി സ്വന്തം നേട്ടങ്ങൾ ത്യജിക്കുകയായിരുന്നു കർണൻ. അതിനുവേണ്ടി സഹോദര ബന്ധങ്ങൾ പോലും ത്യജിക്കേണ്ടി വന്നു കർണന്. എന്തിനേറെ പറയുന്നു, സ്വന്തം കവചകുണ്ടലങ്ങൾ പോലും ദാനരൂപത്തിൽ ത്യജിക്കുന്നു ഈ ധീരൻ. കർണനെ ധീരൻ എന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അങ്ങനെ അതിനുള്ള ഫലം ഇതിഹാസങ്ങൾ നിലനിൽക്കുന്ന കാലം കർണൻ്റെ സത്കീർത്തി നിലനിൽക്കും എന്നതു തന്നെയാണ് ഭഗവാൻ പ്രതിപാദിച്ചിട്ടുള്ളത്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഭൗതിക സുഖങ്ങൾ പോലും ത്യജിക്കുവാൻ മടിക്കുന്നവരാണ് അധികം പേരും. എന്നാലോ ചിലതു നേടാനായി എന്ത് മോശമായ പ്രവൃത്തികൾക്കും തയ്യാറാവുകയും ചെയ്യും ചിലർ. ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ആദ്യമായ വഴി ത്യാഗത്തിൻ്റെ വഴി തന്നെയാണ്. അതൊരു ലക്ഷ്യമായി മനസ്സിലെത്തുമ്പോൾ അതുവരെ നമ്മെ രസിപ്പിച്ചിരുന്ന പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു. ആ സഹനവും ത്യാഗവും നമ്മെ ഈശ്വര ചൈതന്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നു. മാത്രമല്ല ആത്മീയതയുടെയും ഭക്തിയുടെയും കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയവരുടെ എല്ലാം പിന്നിൽ എന്തെങ്കിലുമൊക്കെ ത്യാഗത്തിൻ്റെ ഒരു വശം കാണാനാവും. അതുകൊണ്ട് തന്നെയാണ് വലിയ ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ട് മുന്നേറുന്നവർ ഇഷ്ടമായത് പലതും തീർച്ചയായും ത്യജിക്കുന്നത്. ഭക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ശങ്കരാചാര്യരുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ഒക്കെ ജീവിതം ഈ പറഞ്ഞ സവിശേഷതയാൽ ധന്യമായിരുന്നു എന്ന് കാണാം. അവർ രചിച്ച അസാധാരണ ആത്മീയ വഴികളിലൂടെ നമുക്ക് ചരിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. എങ്കിലും പല കാര്യങ്ങളിലും ഈ ഋഷിമാരുടെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ആത്മീയ ഉയരങ്ങളിൽ എത്തുക എന്നത് ക്ഷിപ്രസാധ്യമായ ഒരു സംഗതിയല്ല. എന്നിരിക്കലും ഈശ്വരോപാസന ഒരു ജീവിതവ്രതമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതുവരെ നമ്മെ സന്തോഷിപ്പിച്ചിരുന്ന പലതും ഉപേക്ഷിക്കേണ്ടതായി വരും. ഈയൊരു അവസ്ഥ കഠിനമാണെന്ന് മുൻകൂട്ടി കണ്ട് ബോധപൂർവം ഈ വഴിയിലേക്ക് വരാൻ മടിക്കുന്നവരാണ് അധികവും. ഈ ഭീരുത്വമാണ് നമ്മെ ഈശ്വരനിൽ നിന്നും കൂടുതൽ അകറ്റിക്കൊണ്ടിരിക്കുന്നതും. ധൈര്യപൂർവം ഈ അവസ്ഥയെ നേരിടുന്നവരാവട്ടെ പലതും ത്യജിച്ച് ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുകയും മനഃശാന്തി സ്ഥിരമായി നിലനിർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിതത്തിലേക്ക് നിത്യവും പുതിയ പ്രകാശ ഊർജ പ്രവാഹവും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ മാറ്റമാണ് അതിശയിപ്പിക്കുന്നത്. ഇനി നിത്യജീവിതത്തിലെ കാര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പരിഗണനയുടെയും പേരിൽ പലതും വിട്ടുകൊടുക്കുവാനുള്ള മനസ്സ് രൂപം കൊള്ളുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം ഉദാത്തമായ ആ തലത്തിലേക്ക്, ഉയർന്ന തലത്തിലേക്ക് ഉയരുന്നത്. അവിടെ ത്യാഗം ഈശ്വര സേവയ്ക്ക് തുല്യമായി മാറുന്നു. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ ഈശ്വരീയമായി കണ്ട് ഇത്തരം ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കേണ്ടി വരുന്നില്ല. കാലവും ചരിത്രവും അവരുടെ പേരുകൾ സുവർണ ലിപികളിൽ എഴുതി വയ്ക്കുന്നു. ഒരു ചെറിയ സമൂഹത്തിനുള്ളിൽ പോലും, എന്തിന് കുടുംബ ബന്ധങ്ങളിൽ പോലും നമ്മുടെ പേരുകൾ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നാം ത്യാഗം ശീലിച്ചേ മതിയാവൂ. രക്ഷിതാക്കൾക്കു വേണ്ടി, മക്കൾക്കു വേണ്ടി, സഹധർമ്മിണിക്കു വേണ്ടി, സുഹൃത്തുക്കൾക്കു വേണ്ടി, പൊതുവെ സമൂഹത്തിനു വേണ്ടിയൊക്കെ അനുഷ്ഠിക്കുന്ന ത്യാഗം ഒരിക്കലും പാഴായി പോയതായി ഒരു ചരിത്രമേയില്ല. ഒരാൾക്കു വേണ്ടി ഒരു ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ
തൊട്ടടുത്ത് നിങ്ങൾക്കായി മറ്റൊരു മനോഹരമായ ഇരിപ്പിടം ഈശ്വരൻ കാട്ടിത്തരും. അതാണ് ഈ ത്യാഗത്തിൻ്റെ നേട്ടം.